കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്ക്. MLA ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഉമാ തോമസ് ഗാലറിയിൽ നിന്ന് വീണ്ടും പരിക്ക് പറ്റുന്നു. ആ പരിക്ക് ആദ്യമേയൊക്കെ നമ്മൾ വിചാരിച്ചു നിസ്സാര പരിക്കാണെന്ന്. പക്ഷേ പരിക്ക് ഗുരുതരമായിരുന്നു. തലയ്ക്ക് തന്നെയാണ് പരിക്ക് പറ്റിയത്. അത് ഏകദേശം 15 അടി ഉയർത്തി നിന്നൊക്കെ താഴെ വീണിട്ട് കോൺക്രീറ്റിലടിച്ചാണ് വീണത് എന്ന് പറയുന്നത്. തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കാണ് എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് MLAയെ മാറ്റുകയാണ്. അപ്പം പരിക്ക് വളരെ ഗുരുതരമായ ഒരു പരിക്ക് തന്നെയാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. സർക്കാരും വേണ്ട വിധം എനിക്ക് തോന്നുന്നു ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളെ ഒരു മെഡിക്കൽ ബോർഡ് പോലെ രൂപീകരിക്കുന്നു. ഉമാ തോമസിന് വേണ്ട എല്ലാവിധ ശുശ്രൂഷയും രാഷ്ട്രീയ ഭേദമന്യേ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. നമ്മുടെ ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്കും. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ പലപ്പോഴും പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാഷ്ട്രീയമായിട്ട് നേരിടുമായിരിക്കും. പ്രളയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വയനാടിൻ്റെ ദുരന്തം വന്നപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഓരോ അപകടങ്ങളുണ്ടാകുമ്പോഴും രാഷ്ട്രീയ ഭേദമന്യേ മന്ത്രിമാരെത്തി ഇത് എല്ലാവരും കൂടി ഏകോപിപ്പിക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അത് കേരളത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇതിനിടയിലും ചില കമൻറ്റോളികൾ എന്ന് പറയുന്നത് എന്താ പറയുന്നതെന്നറിയില്ല. ഈ കമൻറ്റിട്ട് നമ്മൾ പറയുന്നില്ലേ, ചില കരച്ചിലുകൾ കമൻറ്റിട്ട് തീർക്കുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ചിലവുണ്ട്. ഇതിലും രാഷ്ട്രീയം കണ്ടെത്തുക, ഒരാളുടെ അപകടത്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്നു എന്നുള്ള നികൃഷ്ടമായ ഒരു ചിന്ത ഈ കൂട്ടരുടെ ഇടയിലുണ്ട്. നമ്മൾ വയനാട് ദുരന്തം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. ആ ദുരന്തത്തിലും പലരും പല രീതിയിലുള്ള എന്താ പറയുന്നത് സഹായവുമായിട്ട് വാഗ്ദാനം ചെയ്തപ്പോൾ അതിന് താഴെ വന്ന് കമൻ്റ് ഇട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ ശക്തമായ പ്രതിഷേധം അതിന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്, പോലീസ് കേസൊക്കെ പലർക്കും വന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടും ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഇതിനിടയിൽ ഉമാ തോമസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ വളരെ സീരിയസാണ്, തലയ്ക്കാണ് കേട്, അപ്പം രക്തസ്രാവം ഉണ്ട് എന്ന് പറയുന്നു. എന്നാലും അപകടനില തരണം ചെയ്തു എന്നുള്ള സന്തോഷകരമായ വാർത്തകൾ വരുന്നുണ്ട്. എന്നാലും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇതിനകത്ത് പറയുന്ന ചില കമൻറ്റുകളാണ്. അത് ഉമാ തോമസിനെ കൊണ്ടുപോകാൻ വേണ്ടി മിക്കവാറും ചാനലുകളെല്ലാം അവിടെ ആക്റ്റീവായിരുന്നു. ഒരു മെഗാ തിരുവാതിര കളിയെങ്ങാണ്ടുമാണ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ വേണ്ടി ഒരു തിരുവാതിര കളി അറേഞ്ച് ചെയ്ത്. അപ്പോൾ അവിടെ മന്ത്രിമാരുണ്ടായിരുന്നു, എല്ലാ TV ചാനലുകളും ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നേരിട്ട് തന്നെ ഉമാ തോമസിനെ കൊണ്ടുപോകുന്നതും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നതും ആംബുലൻസ് വരുന്നതൊക്കെ ലൈവായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെയും ചിലർ വന്ന് കമൻറ്റ് ചെയ്തേക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ മോശമായൊരു കാര്യം. ഒരാൾ എഴുതിയേക്കുന്ന പതുക്കെ പോയാൽ മതി, ആർക്കാണ് ഇത്ര ധൃതിയിൽ? ഒരാളെ അപകടപ്പെട്ട് കൊണ്ടുപോകുമ്പോഴേ ആർക്കാണ് ഇത്ര ധൃതിയിൽ? അപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാളെ കൊണ്ടുവരുന്നെങ്കിൽ പുള്ളിക്ക് അങ്ങനെ തോന്നുമോ? നമ്മുടെ വീട്ടിലെ ഒരാളാണെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനല്ലേ തോന്നുന്നു. അത് മനസ്സിലാക്കും. കാരണം എന്താ പറയുന്നത്, അതിനൊക്കെ രാഷ്ട്രീയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരാളും കമൻറ്റ് ആർക്കാണ് ഇത്ര ധൃതി? നിങ്ങൾക്ക് ധൃതി ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് ധൃതിയുണ്ട്, അവിടെ കൂടിയവർക്ക് ധൃതിയുണ്ട്, രാഷ്ട്രീയ ഭേദമന്യേ ഈ ജനങ്ങൾക്ക് ധൃതിയുണ്ട്. എന്നിട്ട് മൂന്നാമതൊരാൾ കമൻറ്റ് ഇട്ടേക്കുന്നു, ആംബുലൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത്? ആംബുലൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇത് കള്ളത്തരമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രേരിപ്പിക്കുന്നത്. ധൃതി വേണ്ട, പെയ്യെ പോയാൽ മതി എന്നാണ് പല കമൻറ്റുകളും വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമായൊരു കാര്യമല്ലേ. PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്നും ജയിക്കുന്നു. അത് രാഷ്ട്രീയമാണ്. അദ്ദേഹം ഇടതുപക്ഷത്തെ ചോദിച്ചു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയം തീർന്നു. അവർ പിന്നെ MLA ആണ്. അവരുടെ
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു എന്തോന്നുണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭേദമല്ലേ എല്ലാവരും ഒന്നിച്ച് നീക്കും. പ്രത്യേകിച്ചൊരു അപകടം സംഭവിക്കും. അപകടം സംഭവിക്കുമ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ ഒന്നായിട്ട് നിൽക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മുടെ സംസ്കാരമാണ്. പക്ഷേ കേരളത്തിൻ്റെ ചില ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതിലൊക്കെ രാഷ്ട്രീയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലാത്ത ചില വിധം എന്താ ഒരുമാതിരി എന്തോന്നാണ് ഈ ചില അണികൾക്കുള്ളത്. അവരുടെ ഈ വെറുപ്പ് ഒരിക്കലും വിട്ടുമാറത്തില്ല എന്നുള്ളതാണ്. അവരെല്ലാത്തിനും രാഷ്ട്രീയം കാണും. അപകടത്തിനും രാഷ്ട്രീയം കാണും, മരണത്തിനും രാഷ്ട്രീയം കാണും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരിച്ചു കിടന്നപ്പോഴും കേരള സമൂഹവും ആകെ രാഷ്ട്രീയ ഭേദം തന്നെ ദുഃഖിച്ചൊരു സമയമായിരുന്നു. അന്നും ഈ കമൻറ്റ് ഇട്ടവരിങ്ങനെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വയനാട് ദുരന്തത്തിനും വന്നു. കേരളത്തിനൊട്ടാകെ ദുരന്തങ്ങൾ വരുമ്പോൾ അത് എൻ്റെ പ്രശ്നമല്ല എന്ന് നോക്കി കാണുമ്പോഴായി പ്രശ്നം. അപ്പം പൊതുവെ ചിലവർക്കുള്ള ഇവരുടെ കമൻ്റ് ഇടുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, അവരെവിടെയും കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. അവർക്ക് രാഷ്ട്രീയ ഭേദം തന്നെയില്ല. ഇപ്പം നാളെ വേറെ ആർക്കെങ്കിലും ഇടതുപക്ഷത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചാലും ഇവർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പുറത്ത് ആർക്കെങ്കിലും സംഭവിച്ചാലും ഇവർ കമൻ്റ് ഇട്ടുകൊണ്ട് വെക്കും. കേരളത്തിൻ്റെ എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായാലും ഇവർ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ സ്ഥായിയായ ഭാവം ഈ കമൻ്റാണ്. ഈ ജീവിത നിലവാരം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകേണ്ട ഒരു സാധനം. അത് വീട്ടിൽ നിന്നുണ്ടാകുക, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാകുക എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റുകളുമായിട്ട് പലരും വരും എന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ അപകടത്തിലെന്തെങ്കിലും രാഷ്ട്രീയം കലർത്താതിരിക്കുക എൻ്റെ ഒരു എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ ഇതിന് രാഹുൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ധൃതി വേണ്ട, പതുക്കെ പോണം. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത്. ഈ നികിഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും. മനുഷ്യനാകണം. ആദ്യം ഇവർ മൃഗമെങ്കിലും ആകട്ടെ, എന്നിട്ട് മനുഷ്യനാകാൻ ശ്രമിക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ടുള്ള മറുപടിയും ഇതിന് നൽകുന്നുണ്ട്. അപ്പം ഇത് ഇവരോടും എനിക്കും പറയാനുള്ള ഇതാണ്, മനുഷ്യനാകുന്നതിന് മുമ്പ് നിങ്ങൾ മൃഗമാകാൻ ശ്രമിക്കൂ, അതിന് ശേഷം മനുഷ്യനാക്കാം എന്നുള്ള കറക്റ്റ് വാക്യം തന്നെയാണ് രാഹുൽ പ്രയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ളവരോട് ഈ കാര്യം തന്നെയല്ല, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ കമൻറ്റുമായിട്ട് വന്ന് അതിൽ സായുജ്യമാണ് ഈ സന്തോഷപ്പെടുന്നതുമായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആദ്യമേ നിങ്ങൾ മനുഷ്യരാകൂ, എന്നിട്ട് മനുഷ്യരല്ല, ആദ്യമേ നിങ്ങൾ മൃഗമെങ്കിലും ആകൂ, എന്നിട്ട് മനുഷ്യരാകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ.